ഞാനിന്ന് വന്നിട്ടുള്ളത് മൈക്രോഗ്രീനിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്രോഗ്രീൻ വളർത്തുന്ന രണ്ട് വിധത്തിൽ വളർത്തുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്താണ് മൈക്രോഗ്രീൻ്റെ അലുവയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞാൻ അതിൻ്റെ ജ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിലിടുന്നുണ്ട്. അതുപോലെ കട്ലറ്റും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഇതിലിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി മൈക്രോഗ്രീന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി വാരുക. ഞാനതിൻ്റെ വേരോട് കൂടിയാണ് പറിച്ചെടുത്തിട്ടുള്ളത്. തുണിയിൽ ചെയ്തതായതുകൊണ്ട് മണ്ണും ചളിയൊന്നുമില്ല. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വാരണം. ഞാൻ ഈ മൈക്രോഗ്രീൻ കേക്ക് വാരി വെള്ളത്തിൽ ഇതാ ഒരു അഴുക്കോ ഒന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ തുണിയിൽ ചെയ്തെടുത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വേരോട് കൂടി എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലാതെ അതിൻ്റെ പകുതിയായിട്ടും എടുക്കാം. ഞാൻ എല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഇവിടെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് അരിച്ച് മാറ്റാം. ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. കുറേ വെള്ളം ഒഴിച്ചാൽ ഇത് കുറുക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് കരുതി ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അടിച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് നമുക്ക് കളയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിച്ചെടുത്തിൻ്റെ ജ്യൂസാണിത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് അലുവ ഉണ്ടാക്കേണ്ടത്. ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിവിടെ തരിച്ച് വെച്ചിട്ടുണ്ട്. അത് ആ ജ്യൂസ് കൂട്ടിയിട്ട് ഞാൻ മൈക്രോഗ്രീൻ്റെ ജ്യൂസ് കൂട്ടിയിട്ടാണ് ഞാൻ ഇളക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ജ്യൂസിലേക്ക് തന്നെ ഇത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നേരിട്ട് ജ്യൂസിലേക്ക് ഒഴിച്ചാൽ അത് കട്ട കെട്ടുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഇതേപോലെ ചെയ്തത്. ഇത് നമുക്ക് ആ അടിച്ചു വെച്ച ജ്യൂസിലേക്ക് കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഒരല്പം ഉപ്പും ചേർക്കണം, വാനില എസൻസും ചേർക്കണം. ഞാൻ ഈ ഒരു കപ്പിന് ഇത്ര കപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത്ര തന്നെ പഞ്ചസാര ഇടുന്നുണ്ട്. ഇതും തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്, അതാണ് കുറേ വെള്ളം ഒഴിക്കാത്തത്, പെട്ടെന്നാകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിക്കുക. ഇനി അല്പം വാനില എസൻസും അതിൻ്റെ ആ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാനില എസൻസ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എസൻസ് ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തീ കത്തിച്ച് നന്നായിട്ടൊന്ന് തിളക്കണ വരെ ഇളക്കാം. അപ്പോൾ ഇവിടെ ഇളക്കിയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു 150 ഗ്രാം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തീ സിമ്മിലാക്കിയിട്ട് ഇതിനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു ഇതിൽ കൂട്ടിൽ നന്നായിട്ട് ഈ ഒരു വെളിച്ചെണ്ണ അതിൽ കൂട്ടി ഇതാവണം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതാ ചട്ടിയിൽ നിന്ന് വിട്ടിങ്ങനെ പോരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനിയും കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം. ഞാൻ എൻ്റെ അടുത്ത് പൊട്ടുകടല ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതായി ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോന്നു. ആ കടലയൊക്കെ അതിലെല്ലായിടത്തും യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ ഞാൻ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ ഒഴിച്ച് വെച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമുക്കതിൻ്റെ പാകം അറിയേണ്ടത്. ആ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുണ്ടിങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള അലുവ കിട്ടും, മുറിച്ചെടുക്കാനൊക്കെ പാകത്തിന്. ഇപ്പോൾ പാത്രത്തിലാക്കി വെച്ചിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഒരു പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് തണുപ്പിച്ചെടുക്കണം, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, അപ്പോൾ ആ വെളിച്ചെണ്ണ കട്ടയാവും.
അപ്പം നമ്മുടെ അലുവയൊക്കെ ഇവിടെ തണുത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല അട്ടയായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇങ്ങനെ കമഴ്ത്തിയിട്ട് പൊന്തിച്ച് നോക്കുക. വെളിച്ചെണ്ണ പുരട്ടി വെച്ച പാത്രം ആയതുകൊണ്ട് പൊന്തിച്ചെടുക്കാൻ സുഖമായിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേമാതിരി കോഴിക്കോടൻ അലുവ പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഈ അലുവനെ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല കളറുണ്ട്, പച്ച കളറുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ പച്ച അലുവയൊക്കെ വാങ്ങാറില്ലേ, അതുപോലെ ഞാനിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു മൈക്രോ ഗ്രീനിൻ്റെ ആ ഒരു നാച്ചുറൽ കളറാണ്. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ മൈക്രോ ഗ്രീൻ ഉണ്ടാക്കുക. പലവിധ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.